ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ വിഷുക്കണി ദർശനത്തിന് വലിയ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. പുലർച്ചെ 4 മണി മുതൽ തന്നെ വിഷുക്കണി ദർശനം ഇവിടെ ഉണ്ട്. ഇപ്പോൾ മുതിർന്ന BJP നേതാവ് കുമ്മനം രാജശേഖരൻ കൂടി ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഭക്തരുമായൊക്കെ സംസാരിക്കുന്നുണ്ട്. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. എങ്ങനെയുണ്ട് ചെറുപ്പകാലത്തിലേക്ക് വിഷു ഒന്ന് ഓർത്തെടുക്കാമോ? ചെറുപ്പകാലത്ത് വിഷു കൈനീട്ടം വാങ്ങിക്കുക എന്നുള്ളതല്ലായിരുന്നു പ്രധാന ചടങ്ങ്. ഇപ്പോൾ വിഷു കൈനീട്ടം കൊടുക്കുകയായി. അപ്പോൾ പ്രഭാതത്തിൽ ഗ്രാമമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് വിഷുക്കണി കണ്ട് തൊഴുത് നാട്ടിലുടനീളം സഞ്ചരിച്ച് അങ്ങനെ ബന്ധുമിത്രാദികളെല്ലാം വിഷുക്കൈനീട്ടം തന്ന് സമൃദ്ധമായൊരു നാളെയാണ് ബാല്യകാലത്ത്. അത് പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുക എന്നുള്ളൊരു മഹത്തായ സന്ദേശം ഉൾക്കൊള്ളുന്നത് ഈ വിഷു മഹോത്സവത്തോടനുബന്ധിച്ചാണ്. അത്രയധികം ജനസമുദ്രം എന്ന് വേണമെങ്കിൽ പറയാം ഓരോ ക്ഷേത്രങ്ങളിൽ ഉണ്ടാകുമ്പോൾ എല്ലാവരും സന്തോഷത്തോടും ആനന്ദത്തോടും പ്രകൃതിയോട് ഇണങ്ങി കഴിയുന്ന ഒരു വലിയൊരു പ്രകൃതിയുടെ ഒരു മഹോത്സവമാണ്. വിഷു കൈനീട്ടം നമുക്ക് ലഭിക്കുമ്പോൾ അത് ആരിൽ നിന്ന് കിട്ടുന്നതാണ് ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ചിരുന്നത് ചെറുപ്പനാളുകളിൽ? അത് അച്ഛൻ അമ്മ അവരാണല്ലോ. പിതാ ഗുരു ദൈവം, മാതാപിതാ ഗുരു ദൈവം എന്നല്ലേ. അപ്പോൾ അമ്മ അച്ഛൻ അവർ കണി കാണാനായിട്ട് രാവിലെ കണ്ണടച്ച് പോയി കണി കണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അവർ ദക്ഷിണ വിഷു കൈനീട്ടം തരുന്നു. അതെല്ലാം സംഭരിച്ച് കുടുക്കയ്ക്കകത്തിട്ട് അങ്ങനെ പിന്നെ പടക്കമൊക്കെ പൊട്ടിച്ച് അങ്ങ് നടക്കുന്നൊരു കാലമാണ്. അത് സമൃദ്ധിയുടെയും ആനന്ദത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും നാളുകളാണ്. ഓർമ്മകൾ വാസ്തവത്തിൽ ഇരമ്പുകയാണ് ആ കാലത്തെ വിഷു മഹോത്സവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ. പുതിയ വസ്ത്രങ്ങളൊക്കെ അന്ന് മാതാപിതാക്കൾ വാങ്ങിച്ചു തരുമല്ലോ, അതൊക്കെ വലിയ സന്തോഷമുള്ള കാര്യമായിരുന്നു അന്ന്. വിഷുക്കോടി എല്ലാം അതുകൊടുത്തേ ഇറങ്ങുള്ളൂ പുറത്തേക്ക്. വിഷു കൈനീട്ടം വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പോയി കുളിക്കുക, കുളിയെല്ലാം കഴിഞ്ഞ് റെഡിയായി ക്ഷേത്രത്തിലൊക്കെ പോയി ആ കോടി കൊടുത്തായിരിക്കും ക്ഷേത്രത്തിലൊക്കെ പോവുക. ഇതിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ മാർക്കറ്റിൽ ഈ പ്ലാസ്റ്റിക്കിൻ്റെ കൊന്നപ്പൂ അത് വ്യാപകമായിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ തലമുറയൊക്കെ പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ കൊന്നപ്പൂവൊക്കെ പറിക്കാനൊക്കെ പോകുന്നൊക്കെ ഒരു ആഘോഷമായിരുന്നു. ഈ പ്ലാസ്റ്റിക് പൂവൊക്കെ കാണുമ്പോൾ മനസ്സിലെന്താ തോന്നുന്നത്? അല്ല, പ്രകൃതിയിൽ നിന്നും മനുഷ്യൻ അകന്നകന്ന് പോകുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവായത്. വാസ്തവത്തിൽ പ്രകൃതി സംരക്ഷണത്തിൻ്റെ മഹത്തായ സന്ദേശമാണ് വിഷു മഹോത്സവം. അതിൽ നിന്ന് അകന്ന് കൃത്രിമത്വത്തിലേക്ക് കിടക്കുകയാണ്. ജീവിതം ഒരു യാന്ത്രികമാവുകയാണ്. കാരണം ബന്ധങ്ങൾ ഉലയുന്നു. ബന്ധങ്ങൾ അച്ഛനും അമ്മ കുടുംബാംഗങ്ങൾ ഈ പാരസ്പര്യവും അതുപോലെ ആ ബന്ധങ്ങളിലെ നൈരന്തര്യവും ഒക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു തെളിവാണ് ഇതെല്ലാം. ഇത് മാത്രമല്ല, ജീവിതത്തിൽ പലതും നമുക്കിങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷണം പാചകം ചെയ്യുന്നത് പോലും ഇപ്പോൾ ഇല്ല. എല്ലാം റെഡിമെയ്ഡ് സാധനങ്ങൾ കിട്ടണം. പണ്ട് റെഡി ടു കുക്കായിരുന്നു, ഇപ്പോൾ റെഡി ടു ഈറ്റായി. അപ്പോൾ വിഷുവിനും ഇപ്പോൾ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കുന്നതിൽ വളരെ കുറഞ്ഞു വരികയാണ്. ഇത് കാലത്തിൻ്റെ ഒരു മാറ്റമാണ്. പക്ഷേ അത് പ്രകൃതിയിൽ നിന്നുള്ള ഒരു അകന്നകന്ന് പോകലാണ്. വിഷു നൽകുന്ന സന്ദേശം പ്രകൃതിയിലേക്ക് മടങ്ങൂ എന്നാണ്. പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നത് തന്നെ ഉപയോഗിച്ച് പ്രകൃതിയുമായി ഇണങ്ങി പ്രകൃതിയുടെ ഒരു ഭാഗമായി തീരുക എന്നുള്ളതാണ് വിഷുവിൻ്റെ സന്ദേശം. അതുകൊണ്ട് ഈ പ്ലാസ്റ്റിക് സാധനങ്ങൾ ഉപയോഗിക്കുന്നത് തന്നെ തെറ്റാണ്. ഹാപ്പി വിഷു സാർ. ഓക്കെ, താങ്ക് യു. പ്രകൃതിയിലേക്ക് മടങ്ങുക, കാർഷിക സംസ്കാരത്തിൻ്റെയൊക്കെ ഒരു പ്രതീകം കൂടിയാണ് വിഷു എന്നുള്ളത്. മുതിർന്ന BJP നേതാവ് കുമ്മനം രാജശേഖരൻ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് വിഷുക്കണി ദർശനത്തിനായി എത്തിയിരിക്കുന്നു. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണുപ്രസാദിനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, റിപ്പോർട്ടർ പത്തനംതിട്ട.